സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത്? 2023 ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് ആരാണ്? മധുരൈ ടി.എൻ. ശേഷഗോപാലനാണ്. മധുരൈ ടി.എൻ. ശേഷഗോപാലനാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത്. മധുരൈ ടി.എൻ. ശേഷഗോപാലൻ. ആപ്പിളിന്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത്? ആപ്പിളിന്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ ഗ്രൂപ്പാണ് ആപ്പിളിന്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി. MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം 2023 നേടിയതാര്? 2023 MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം നേടിയത് ആരാണ്? ചെറുവയൽ രാമനാണ്. ചെറുവയൽ രാമനാണ് 2023 MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരത്തിന് അർഹനായത്. ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി ന്യൂഡൽഹിയാണ്. ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലായിരുന്നു. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ്. യുനെസ്കോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയിട്ട് പ്രഖ്യാപിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് കോഴിക്കോടാണ്. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജം? 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജയാണ് നന്ദിനി ദാസ്. നന്ദിനി ദാസ് ആണ് 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജം. അടുത്ത ചോദ്യം, ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്. കാസർഗോഡാണ്. കാസർഗോഡിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ജില്ലാ വൃക്ഷം കാഞ്ഞിരമാണ്. കാഞ്ഞിരം. കാഞ്ഞിരം എന്ന അർത്ഥമുള്ള കാസറ എന്ന വാക്കിൽ നിന്നാണ് കാസർഗോഡ് എന്ന സ്ഥലപ്പേരുണ്ടായത്. അങ്ങനെയാണ് കാഞ്ഞിരം ജില്ലാ വൃക്ഷമായത്. അപ്പൊ കാസർഗോഡിന്റെ ജില്ലാ വൃക്ഷം അല്ലെങ്കിൽ ഔദ്യോഗിക വൃക്ഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാഞ്ഞിരമാണ്. ഇനി കാസർഗോഡിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? വെള്ളവയറൻ കടൽ പരുന്താണ്. ഔദ്യോഗിക പക്ഷി ഏതാണ്? വെള്ളവയറൻ കടൽ പരുന്ത്. ഇനി ജില്ലാ ജീവി, ഔദ്യോഗിക ജീവി ഏതാണ്? പാലപ്പൂവൻ ആമയാണ്. പാലപ്പൂവൻ ആമയാണ് ജില്ലാ ജീവി. ജില്ലാ പുഷ്പം എന്ന് പറയുന്നത് പെരിയ പോളത്താളിയാണ്. ജില്ലാ പുഷ്പം ഏതാണ്? പെരിയ പോളത്താളി. അപ്പൊ ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കാസർഗോഡാണ്. അപ്പൊ കാസർഗോഡ് ജില്ലയുടെ ജില്ലാ വൃക്ഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാഞ്ഞിരമാണ്. ജില്ലാ പക്ഷി ഏത് എന്ന് ചോദിച്ചാൽ വെള്ളവയറൻ കടൽ പരുന്താണ്. ജില്ലാ ജീവി ഏതാണ്? പാലപ്പൂവൻ ആമയാണ്. ജില്ലാ പുഷ്പം എന്ന് പറയുന്നത് പെരിയ പോളത്താളിയാണ്. അടുത്ത ചോദ്യം, 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി. പദ്ധതിയുടെ പേര് കെടാവിളക്ക് എന്നതാണ്. എന്താണ്? 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. അടുത്ത ചോദ്യം, 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ ആരാണ്? പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകൻ.
ഫയർ ബേർഡ് എന്ന നോവലിനാണ് പെരുമാൾ മുരുകന് JCB സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്തത്. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാരാണ്? പെരുമാൾ മുരുകൻ. അദ്ദേഹത്തിന്റെ ഏത് കൃതിയാണ്? ഫയർ ബേർഡ്. ഫയർ ബേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഏത് തരത്തിലുള്ള കൃതിയാണ്? നോവലാണ്. ഇപ്പൊ 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാരാണ്? പെരുമാൾ മുരുകൻ. അദ്ദേഹത്തിന്റെ പുസ്തകമായ ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഫയർ ബേർഡ് എന്ന കൃതി. അപ്പൊ ഫയർ ബേർഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അത് പെരുമാൾ മുരുകന്റെ ആലണ്ട പാച്ചി എന്ന ഇംഗ്ലീഷ് വിവർത്തനമായ പുസ്തകമാണ്. ആലണ്ട പാച്ചി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ജനനി കണ്ണനാണ്. ജനനി കണ്ണൻ. അപ്പൊ 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ ആര് എന്ന് ചോദിച്ചാൽ പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ആലണ്ട പാച്ചി, ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇതിൽ വിവർത്തനം ചെയ്തത് ആരാണ്? ജനനി കണ്ണൻ. വിവർത്തനം ചെയ്തത് ജനനി കണ്ണൻ. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടത് അലോക് ശർമ്മയാണ്. അലോക് ശർമ്മ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകാണ് ചന്ദ്ര. അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകിന്റെ പേര് ചന്ദ്ര എന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ഏതാണ്? ചന്ദ്ര. ചന്ദ്ര എന്നത് എന്താണ്? കുരുമുളകാണ്. കുരുമുളക്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം ഗർഭ നൃത്തമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപമാണ് ഗർഭ നൃത്തം. ഗർഭ നൃത്തം എവിടത്തെ പാരമ്പര്യ നൃത്തരൂപമാണ്? ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപമാണ് ഗർഭ നൃത്തം എന്ന് പറയുന്നത്. അപ്പൊ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗർഭ നൃത്തം. അടുത്ത ചോദ്യം, 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കളാണ് ഡാനിയൽ ബാരൻബോയും അലി അബു അവാദ് എന്നിവരാണ്. ഡാനിയൽ ബാരൻബോയ്, അലി അബു അവാദ് എന്നിവർ 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കളാണ് ഡാനിയൽ ബാരൻബോയും അലി അബു അവാദ്. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കനവ്. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കനവ്. പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോക ബാങ്ക് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത് ഫെഡറൽ ബാങ്കിനാണ്. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോക ബാങ്ക് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത് ഫെഡറൽ ബാങ്കിനാണ്. അടുത്ത ചോദ്യം, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യേശുദാസിനാണ്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യേശുദാസിനാണ്. അടുത്ത ചോദ്യം, ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം. ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. ധർമ്മടമാണ് ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം. 2023 33ാമത് വ്യാസ സമ്മാനിന് അർഹമായ ഹിന്ദി എഴുത്തുകാരി പുഷ്പ ഭാരതിയാണ്. 2023 33ാമത് വ്യാസ സമ്മാന് അർഹയായത് ആരാണ്? പുഷ്പ ഭാരതി. വ്യാസ സമ്മാൻ 2023 അർഹയായത് ആരാണ്? പുഷ്പ ഭാരതിയാണ്.
അടുത്തിടെ പ്രകാശനം ചെയ്ത നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പുസ്തകമാണ് നയേ ഭാരത് കാ സംവേദ് എന്നത്. അടുത്തിടെ പ്രകാശനം ചെയ്ത നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകം ഏതാണ്? നയേ ഭാരത് കാ സംവാദ്. നയേ ഭാരത് കാ സംവാദ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? രോഹിത് ശർമ്മ. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗര നയ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ MS സതീഷ് കുമാറാണ്. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗര നയ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ M സതീഷ് കുമാർ. ഡോക്ടർ M സതീഷ് കുമാർ. ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സംഘടിപ്പിച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആനിമൽ പോർട്രേറ്റ് വിഭാഗത്തിൽ സമ്മാനം നേടിയ മലയാളി ആരാണ്? വിഷ്ണു ഗോപാലാണ്. ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സംഘടിപ്പിച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആനിമൽ പോർട്രേറ്റ് വിഭാഗത്തിൽ സമ്മാനം നേടിയ മലയാളിയാണ് വിഷ്ണു ഗോപാൽ. 2023 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ നിതിൻ സാഹ്നിയാണ്. 2024 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞനാണ് നിതിൻ സാഹ്നി. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് ഷമിയാണ്. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് ഷമി. ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്